കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. പിന്നെ അവൻ എല്ലാ യഹൂദ്യരെയും ബെന്യാമീന്യരെയും എഫ്രൈമിൽ നിന്നും മനശ്ശെയിൽ നിന്നും ശിമെയോനിൽ നിന്നും അവരുടെ അടുക്കൽ വന്നു പാർക്കുന്നവരെയും കൂട്ടിവരുത്തി. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെയുണ്ട് എന്ന് കേട്ടിട്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആസ എന്ന രാജാവ് സ്തോത്രം ഇസ്രായേൽ ജനത്തെ ഭരിക്കുന്ന സമയത്ത് ഇസ്രായേൽ രാജാവായിരുന്ന ആസയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കറിയാം, ആസ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് വരുന്ന സമയത്ത് കൂശ്യനായ സേനഹ് 10 ലക്ഷം ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടെ ആസയ്ക്കെതിരെ കയറി വരികയാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രാർത്ഥന ആസയുടേതാണ്, അല്ലേ? ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ യഹോവയെ സഹായിപ്പാൻ നീയല്ലാതെ വേറെ ആരുമില്ല എന്ന പ്രസക്തമായൊരു പ്രാർത്ഥന അത് ആസയുടേതാണ്. ഈ പ്രാർത്ഥന അനന്തരമായിട്ട് നടന്ന ദൈവപ്രവൃത്തികളെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വായിക്കുന്നുണ്ട്. എന്നാൽ 9-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അവനോടൊപ്പം വന്ന ഈ ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് വന്നത്, എന്ത് കേട്ടിട്ടാണ് വന്നത് എന്നുള്ളതാണ് ഈ വാക്യത്തിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെയുണ്ട് എന്ന് കണ്ടിട്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മോടുകൂടെ ദൈവമുണ്ട് എന്ന് കണ്ടാൽ നിശ്ചയമായിട്ടും നമ്മോടുകൂടെ ആൾക്കാർ വന്നു ചേരുവാൻ തക്കവണ്ണം ഇടയാകും. ഒന്നുകൂടെ ഞാൻ ആ ചിന്തയെ സ്തോത്രം കർത്താവിൽ ആശ്രയിച്ചൊന്ന് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഏകയായി മാറുന്ന സാഹചര്യമുണ്ട്. നമ്മോട് കൂടെ ആരും ഇല്ലാതെ വരുന്ന സാഹചര്യമുണ്ട്. ഒറ്റയ്ക്ക് ആയിപ്പോയി എന്നുള്ള തോന്നലുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നെ സഹായിപ്പാനോ എന്നെ വിടുവിക്കുവാനോ എന്നെ സ്തോത്രം അനുഗ്രഹിപ്പാനോ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു സഹായം തരുവാനോ ഒരു താങ്ങ് നൽകാനോ ആരുമില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുക: ആസയുടെ ജീവിതത്തിനകത്ത് ആരുമില്ലാതിരുന്നപ്പോൾ അവനോട് കൂടെയുണ്ടായിരുന്ന ഒരു സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പല മേഖലകളിൽ നിന്നോ പല സ്ഥലങ്ങളിൽ നിന്നോ പല തലങ്ങളിൽ നിന്നോ അനേകർ അവനോട് കൂടെ വന്നു ചേരുവാൻ തക്കവണ്ണം ഇടയായി. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, മാനുഷിക പ്രസൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ പ്രസൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ നിങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ പലരും നിങ്ങൾക്ക് അനുകൂലമായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ആര് നമ്മോടുകൂടെ ഇല്ലെങ്കിലും ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. എങ്കിൽ എല്ലാവരും നമ്മുടെ അടുക്കൽ വരും, എല്ലാവരും നമ്മോട് ചേരുവാൻ തക്കവണ്ണം ഇടവരും. ഗാഡ് ബ്ലസ് യു. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ കരവും കൃപയും കരുണയും വെളിപ്പെട്ടു വരുവാൻ സ്വർഗമിടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.